എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുവാനായിട്ട് പോകുന്ന പ്രാർത്ഥനകളുടെ ഇടയിൽ എഫ് മൈനർ കോഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് എഫ് മൈനർ കോഡ് ഉപയോഗിച്ച് നമുക്ക് ബാക്കപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് എഫ് മൈനർ കോഡിൻ്റെ ഫാമിലി കോഡ്സ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലേതൊക്കെ കോഡ്സ് വരുന്നുണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത് എഫ് മൈനറാണ്. ഓക്കെ, സെക്കൻഡ് കോഡ് എന്ന് പറയുന്നത് ഡി ഷാർപ്പ് മേജർ കോഡാണ്. അതേപോലെ തന്നെ സി ഷാർപ്പ് മേജർ കോഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഫാമിലി കോഡ്സിൽ വരുന്ന കോഡ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോഡ് എഫ് മൈനർ, ഡി ഷാർപ്പ് മേജർ കോഡ്, അതുപോലെ സി ഷാർപ്പ് മേജർ കോഡ്. ഇനി റിലേറ്റീവ് കോഡ്സിൽ എന്തൊക്കെ കോഡ്സ് വരുന്നുണ്ട് നമുക്ക് നോക്കാം. ജി ഷാർപ്പ് മേജർ കോഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എ ഷാർപ്പ് മൈനർ കോഡ് വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ സി മേജർ കോഡും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കോഡുകളാണ് എഫ് മൈനർ കോഡിൻ്റെ ഫാമിലി കോഡ്സിലും റിലേറ്റീവ് കോഡ്സിലും വരുന്ന കോഡുകൾ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം. എഫ് മൈനർ, ഡി ഷാർപ്പ് മേജർ, സി ഷാർപ്പ് മേജർ, ജി ഷാർപ്പ് മേജർ, ദെൻ എ ഷാർപ്പ് മൈനർ, ദെൻ സി മേജർ. ഓക്കെ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ചോദിക്കുക. എനിക്കറിയുന്നത് പോലെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.